സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക്. നമ്മൾ പ്രൊജക്ടൈൽ മോഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വെലോസിറ്റി, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഇനീഷ്യലി കൊടുക്കേണ്ടത്. പിന്നെ സ്റ്റെപ്പ് സൈസ്, ടൈമിന്റെ സ്റ്റെപ്പ് സൈസ് കൊടുക്കണം. അപ്പം അതിൽ വി എക്സിന് മാറ്റമില്ല, വി വൈ മാത്രമാണ് ജി അഫക്റ്റ് ചെയ്യണത്. അപ്പം നമ്മളിവിടെ ആവശ്യമുള്ള സംഗതികളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യാണ്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ടൈം പ്രിന്റ് ചെയ്യണു, വി എക്സ് ഓരോ സ്റ്റെപ്പിലുള്ള വി എക്സ് പ്രിന്റ് ചെയ്യണു, ഓരോ വി വൈ പ്രിന്റ് ചെയ്യണു, എക്സ് പ്രിന്റ് ചെയ്യണു, വൈ പ്രിന്റ് ചെയ്യണു. അപ്പൊ അതുപോലെ ലൂപ്പ് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വൈ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ അത് ഈ ലൂപ്പ് കണ്ടീഷൻ ഫോൾസ് ആവും, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. വൈ എപ്പോഴാണ് നെഗറ്റീവ് ആവണേ? നമ്മുടെ ഏതാണോ പ്ലെയിൻ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിനിൽ നിന്ന് താഴ്ത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നാണ് എറിയണമെങ്കിൽ ഗ്രൗണ്ടിൽ വന്നിട്ട് അവസാനിക്കും. ഓക്കെ, പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കാം. ഇവിടെ വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ വി എക്സ് ആദ്യം 0 ആണ്. ഓക്കെ, സോറി, വി എക്സ് 0 അല്ല, വി എക്സ് ആദ്യം വി കോസ് തീറ്റയാണ്, വി കോസ് തീറ്റ. വി വൈ എന്ന് പറഞ്ഞാൽ വി സൈൻ തീറ്റയാണ്. അപ്പൊ നമ്മള് എക്സ് എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി ഉള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ് ഡയറക്ഷനിൽ. അതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആക്സിലറേഷൻ എടുക്കുന്നില്ല. വെറുതെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വി എക്സ് ഇൻറ്റു ഡി ടി. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി 0 ആണ്. അപ്പൊ 0 പ്ലസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം, ആ ഫോർമുല മാത്രമേ എടുക്കുന്നുള്ളൂ. വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആണ്, അവിടെ വി എക്സ് മാറുന്നില്ല. വെലോസിറ്റി ഇൻറ്റു ടൈം, അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അത് ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ കൂട്ടി കൂട്ടി പോകും. വി വൈക്കാണ് നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുന്നത്. വി വൈ ഈക്വൽ ടു യു പ്ലസ് എ ടി, അല്ല, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത് വി വൈക്കാണ്. അപ്പൊ നമ്മൾ വി വൈ ഈക്വൽ ടു വി വൈ മൈനസ്, ഇവിടെ മൈനസ് എടുക്കാൻ കാരണം നിങ്ങൾക്ക് അറിയാം അല്ല, ജി നമ്മൾ കല്ലെറിയണത് മുകളിലേക്കാണ്, ജി താഴത്തേക്കാണ്. അപ്പൊ നമ്മൾ മൈനസ് എടുത്തു, മൈനസ് ജി ടി എന്നെടുത്തു. ഓക്കെ, വി വൈ ഈക്വൽ ടു, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള, എന്നിട്ടാണ് നമ്മൾ വൈ കാൽക്കുലേറ്റ് ചെയ്യണം. വ്യത്യാസം മനസ്സിലായില്ലേ? എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ടും വ്യത്യാസം മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ വൈ കാൽക്കുലേറ്റ് ചെയ്ത് വൈ ഈക്വൽ ടു വി വൈ ഇൻറ്റു ഡി ടി. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം ഇതാണ്, വി വൈ കോൺസ്റ്റന്റ് അല്ല ഇന്റർവെല്ലില്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവെൽ ചെറുതായതുകൊണ്ട് നമ്മൾ വി വൈ കോൺസ്റ്റന്റ് പോലെ വിചാരിച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എടുക്കണം, വൈ ഈക്വൽ ടു വി വൈ ഇൻറ്റു ഡി ടി എന്ന് എടുക്കണം. എന്നിട്ട് നമ്മൾ ടൈം സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യണം. ക്ലിയർ അല്ലേ? എക്സിനെ നമ്മൾ വെറുതെ വെലോസിറ്റി ഇൻറ്റു ടൈം ഫോർമുല എടുക്കണം. വി വൈക്ക് മാത്രം വി വൈ ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തിട്ട് യു പ്ലസ് എ ടി, വി ഈക്വൽ ടു യു പ്ലസ് എ ടി എടുത്തിട്ട് എക്ക് പകരം മൈനസ് 9.82 മൈനസ് ജി ടു, എന്നിട്ട് നമ്മൾ വി വൈ ഈക്വൽ ടു വി മൈനസ് ജി ഇൻറ്റു ടി എന്ന് കിട്ടും. അപ്പൊ ആ സ്റ്റെപ്പിലെ വി വൈ കിട്ടി. ആ സ്റ്റെപ്പിലെ വി വൈ വേരിയബിൾ ആണ്, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യണം. വി വൈ വേരിയബിൾ ആണെന്ന് നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ ഇന്റർവെല്ലിൽ ചെറുതാക്കിയിട്ട് ആ ഇന്റർവെല്ലില് വി വൈ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതണേ, വൈ ഈക്വൽ ടു വൈ പ്ലസ് വി വൈ ഇൻറ്റു ഡി ടി. ബാക്കി പിന്നെ മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തോളും. നമ്മളൊന്നും വറി ചെയ്യണ്ട. കുറെ കഴിയുമ്പോൾ ആള് 0 ആയി കഴിഞ്ഞാൽ വെലോസിറ്റി വി വൈ 0 ആയി കഴിഞ്ഞാൽ ആള് താഴത്തേക്ക് പോകുന്നു തുടങ്ങും. പിന്നെ വന്ന് ഗ്രൗണ്ടിൽ മുട്ടുമ്പോൾ വൈ നെഗറ്റീവ് ആവും. ടോട്ടൽ വൈ അല്ല കേട്ടാ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന, ടോട്ടൽ വൈ തന്നെ നെഗറ്റീവ് ആവും. അപ്പോൾ അതായത് ഗ്രൗണ്ടിൽ മുട്ടി കഴിയുമ്പോൾ വൈ വീണ്ടും 0 ആയി, മുകളിലേക്ക് പോകുമ്പോൾ വൈ മാക്സിമം ആയി, ഗ്രൗണ്ടിൽ വന്ന് മുട്ടി കഴിയുമ്പോൾ വൈ 0 ആയി, പിന്നെ താഴത്തേക്ക് പോകുമ്പോൾ വൈ നെഗറ്റീവ് ആവും. അപ്പോൾ ഈ കണ്ടീഷൻ എക്സിറ്റ് ചെയ്ത് ലൂപ്പ് പുറത്തേക്ക് വരും. ഓക്കെ, എന്നിട്ട് ഫൈനൽ വാല്യൂസ് ഒക്കെ ഇവിടെ പ്രിന്റ് ചെയ്യും.
ഫൈനൽ വാല്യൂസ് ഇവിടെ പ്രിന്റ് ചെയ്യും, ലൂപ്പിന് പുറത്ത് വന്നിട്ട്. കാരണം നമ്മളിവിടെ പ്രിന്റ് മുമ്പ് കൊടുത്ത കാരണം ഞാൻ ഒന്നുകൂടെ എഴുതിയതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ഇവിടെ കൊടുക്കണമായിരുന്നു. നമ്മൾ ഇനീഷ്യൽ വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്തു, അത് തന്നെ താഴെ ഒന്നുകൂടെ ഫൈനലായിട്ട് പ്രിന്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് വാല്യൂ ഇത് അറിയാൻ പറ്റുള്ളൂ. ഇതിനി നമ്മുടെ അനാലിറ്റിക്കൽ റിസൾട്ട് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതൊന്നും ശരിക്കും പറഞ്ഞ ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അനലിറ്റിക്കൽ റിസൾട്ട് നമുക്ക് അറിയാം എല്ലാത്തിൻ്റെയും, അല്ലെ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ഇതാണ്, 2v sin θ/g എന്നാണ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ ടു 2v sin θ/g. അതുപോലെ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ ഇതാണ്, v² sin² θ/2g എന്നാണ് ഇക്വേഷൻ, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്നത് സെയിം ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ. അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് അല്ല, ഇത് MH എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് കേട്ടോ. മാക്സിമം ഹൈറ്റ് v² sin² θ/2g. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ v² sin 2θ/g. ഈ 3 ഫോർമുല നിങ്ങൾക്ക് അറിയാം, അല്ലെ? +2 പഠിക്കുന്നതാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. മാക്സിമം ഹൊറിസോണ്ടൽ അല്ല, മാക്സിമം അല്ല, ഹൊറിസോണ്ടൽ റേഞ്ച്. ഷോർട്ട് പുട്ടൊക്കെ വിൻ ചെയ്യണമെങ്കിൽ ഇത് ഈ HR മാക്സിമം ആകുമ്പോഴാണ് ഷോർട്ട് പുട്ട് വിൻ ചെയ്യുക. ഷോർട്ട് പുട്ട്, ജാവലിൻ, അതുപോലെ ഹാമർ ത്രോ, അതൊക്കെ വിൻ ചെയ്യണമെങ്കിൽ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവണം. ഓക്കെ. ഞാൻ അതൊക്കെ അതും ഇവിടെ പ്രിന്റ് ചെയ്തു. ഏതൊക്കെ? ഞാൻ ഈ 3 സംഗതികളും കൂടെ പ്രിന്റ് ചെയ്തു. ടൈം ഓഫ് ഫ്ലൈറ്റ്, അതുപോലെ Vx, പിന്നെ -v sin θ, പിന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, അതുപോലെ മാക്സിമം ഹൈറ്റ്. ഓക്കെ. ഇപ്പോ ഇത് ഇത് ക്ലിയർ ആണെങ്കിൽ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മള് വെറുതെ നിങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇത്ര എഴുതിയിരിക്കുന്നത്. പ്രോഗ്രാം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പരീക്ഷയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ കിട്ടുന്ന റിസൾട്ടും ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ന്യൂമറിക്കലി ചെയ്യുന്ന മെത്തേഡും നിങ്ങളുടെ ഇതൊക്കെ അനലിറ്റിക്കൽ ഫോർമുലയാണ്. ഇത് 3 അനലിറ്റിക്കൽ ഫോർമുലയാണ്. അപ്പൊ ആ അനലിറ്റിക്കൽ ഫോർമുലയിൽ കിട്ടുന്ന റിസൾട്ടും ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇത് മനസ്സിലായില്ലേ? θ90 ആകുമ്പോൾ ഞാനൊരു കറക്റ്റ് കണ്ടീഷൻ കൊടുത്തു. θ90 ആണെങ്കിൽ Vx 0 ആണ്, Vy v ആണ്. കാരണം അതങ്ങനെ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ 90 കൊടുക്കുമ്പോൾ ചെറിയ വാല്യൂസ് Vx-ന് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 0.001 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ റൺ ചെയ്ത് കാണിച്ചു തരാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ. അപ്പൊ ഇതില് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇതങ്ങനെ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇനീഷ്യലോ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക. അതുപോലെ ഈ 3 സംഗതികൾ നമ്മൾ കൊടുക്കണം: ആംഗിള്, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, അതുപോലെ ടൈം സ്റ്റെപ്പ്. അത് വേണമെങ്കിൽ കീബോർഡിൽ നിന്ന് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ഇത് 3 ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് തീറ്റേനെ റേഡിയൻസിലേക്ക് ആക്കി Vx-ഉം Vy-യും കാൽക്കുലേറ്റ് ചെയ്തു. ഈ കണ്ടീഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എഴുതി കഴിഞ്ഞാൽ നല്ലത്. കാരണം ആരെങ്കിലും ഇവിടെ നിങ്ങൾ 90 കൊടുക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എപ്പോഴെങ്കിലും 90 ആക്കുമ്പോൾ ഇത് എഴുതിയാൽ മതി. അങ്ങനെ ആ കുട്ടികൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാമല്ലോ. പല വാല്യൂസ് കൊടുക്കാം. കാരണം പ്രോഗ്രാം എഴുതുന്ന ആളാവണമെന്നില്ല റൺ ചെയ്യണത് വേറെ ആരെങ്കിലും ആവാം. അയാൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കും. അപ്പോഴൊക്കെ ഒന്ന് തെറ്റ് വരാണ്ട് നോക്കേണ്ടത് പ്രോഗ്രാമറുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുക. പിന്നെ ആകെയുള്ളത് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ 3 സംഭവങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള സംഭവം. എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റിക്ക് മാറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ സിമ്പിൾ ഫോർമുല ഉപയോഗിക്കുക, Vx × t. Vy-യിൽ അത് പറ്റില്ല. Vy-യിൽ നമ്മൾ v = u + at ഉപയോഗിക്കണം. അത് ആ Vy വെച്ചിട്ട് വേണം ഇവിടെ നമ്മൾ y കാൽക്കുലേറ്റ് ചെയ്യാൻ.
ഈ VY ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ടൈം കൂട്ടി കൂട്ടി കൊടുക്കുക. അതുപോലെ ലൂപ്പ് എഴുതേണ്ട കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക. എപ്പോഴെങ്കിലും Y പോസിറ്റീവ് ആണെങ്കിലും 0 ആണെങ്കിലും കണ്ടിന്യൂ ചെയ്യും. Y നെഗറ്റീവ് ആണെങ്കിൽ മാത്രം ക്വിറ്റ് ചെയ്യും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായി പോയി Y നെഗറ്റീവ് ആവും. അപ്പൊ അത് ക്വിറ്റ് ചെയ്യും. അപ്പൊ ചെയ്യില്ല. പിന്നെ നമ്മൾ ആവശ്യമുള്ള സംഗതികളൊക്കെ പ്രിന്റ് ചെയ്യാത്രേ ഉള്ളൂ. പുറത്ത് വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നുണ്ട് ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അനലിറ്റിക്കൽ റിസൾട്ട് ആണ്. ഇത് നിർബന്ധമില്ല. ഇത് നിങ്ങൾക്ക് ചെക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. ഇപ്പൊ കൊടുത്തിട്ടുള്ള സ്റ്റെപ്പ് സൈസ് ഓർത്ത് വയ്ക്കുക. 0.1 ആണ് കൊടുത്തിട്ടുള്ളത് DT. വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ആംഗിൾ 40 ഡിഗ്രി ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 40ക്കും 45നും 50ക്കും ഒക്കെ കൊടുത്ത് നോക്കുക. അപ്പൊ 45ന് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. വളരെ ഈസിയാണ്. ഇവിടെ 45 ആക്കി കഴിഞ്ഞാൽ ഉടനെ റൺ ചെയ്ത പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ പേര് പ്രൊജക്ടൈൽ എന്നാണ്. പൈത്തൺ പ്രൊജക്ടൈൽ. ഉത്തരം കിട്ടി. ഇതാണ് നമ്മുടെ ഉത്തരം. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ പോലെ ടൈം VX, VY, XY ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. VX-ന് ശ്രദ്ധിക്കുക, ഒരു മാറ്റവും ഇല്ല. കണ്ടാ, രണ്ടാമത്തെ കോളം സെയിം ആണ്. ടൈം നമ്മൾ പറഞ്ഞ പോലെ 0.1 സ്റ്റെപ്പിൽ കൂടി പോയിന്റ്. VX നോക്കൂ, ഒരു മാറ്റമില്ല, സെയിം തന്നെയാണ് എപ്പോഴും. VY നോക്കിയേ, VY എന്ന് പറയുന്നത് 15ലാണ് നിങ്ങൾ എറിഞ്ഞെങ്കിലും VY എന്ന് പറഞ്ഞത് 9.6 ഉള്ളൂ. കാരണം അത് VY സൈൻ തീറ്റയാണ്. അതാണ് VY. അത് വെലോസിറ്റി കുറഞ്ഞു വന്ന് എപ്പോഴോ ഇവിടെ വെച്ച് 0 ആയി. പിന്നെ അത് വീണ്ടും താഴ്ത്തേക്ക് നെഗറ്റീവ് ആയി. അതുപോലെ X കാൽക്കുലേറ്റ് ചെയ്തു, Y കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ Y-ൽ നോക്കൂ, ഇവിടെ ഏകദേശം 4.26, അതാണ് മാക്സിമം ഹൈറ്റ് എത്തിയിട്ടുള്ളത്. 4.2 മീറ്റർ ആണ് മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ കുറഞ്ഞു വന്നു. ഓക്കെ, കുറഞ്ഞു വന്ന് അവസാനം ഇവിടെ കണ്ട VY നെഗറ്റീവ് ആയപ്പോൾ ക്വിറ്റ് ചെയ്തു. VY നെഗറ്റീവ് ആയപ്പോൾ അത് ക്വിറ്റ് ചെയ്തു. അപ്പൊ ടൈം ഏകദേശം 1.9 വരെ പോയി. VX എപ്പോഴും സെയിം ആയിട്ട് നിന്നു. VY -8.9. X 21 മീറ്റർ ഹൊറിസോണ്ടലി പോയി. അത് ഹൊറിസോണ്ടലി 21 മീറ്റർ പോയി. മാക്സിമം ഹൈറ്റ് 4.26 പോയി. ഈ അനലിറ്റിക്കൽ റിസൾട്ട് ഇത് ശരിക്കും വരില്ല കേട്ടോ. ഞാൻ രണ്ടാമതൊന്നും കൂടെ പ്രിന്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. കാരണം VY നെഗറ്റീവ് ആകുമ്പോൾ പുറത്തിറങ്ങി പ്രിന്റ് ചെയ്തതാണ്. അത് ലൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെച്ചിട്ട് അവസാനിക്കും. പക്ഷെ ഞാൻ അതിൽ പുറത്ത് വന്ന് പ്രിന്റ് ചെയ്തപ്പോഴാണ് VY നെഗറ്റീവ് ആയതും കൂടെ പ്രിന്റ് ചെയ്തത്. ഞാൻ അനലിറ്റിക്കൽ റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇത് 1.9 എത്തിയിട്ടുള്ളൂ, ഇവിടെ 1.96 ആണ്. ആ എറർ ഉണ്ടാവും, കുഴപ്പമില്ല. VX സെയിം ആണ്, രണ്ടിലും സെയിം ആണ്, വ്യത്യാസമില്ല. ഇത് 8.9 ആണ്, ഇവിടെ 9.6 ആണ് മൈനസ്. ഇവിടെ 21 ആണ്, ഇവിടെ 22 ആണ്. ഇവിടെ മൈനസ് അല്ല, ഇവിടെ ഈ ലാസ്റ്റത്തെ എന്താണ് 4.7. ഇത് മാക്സിമം ഹൈറ്റ് ആണ്. അത് ഇവിടെ ഉള്ളത് 4.26 ആണ്. ഇവിടെ 4.74 ആണ്. ഈ ഡിഫറൻസുകൾ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാം. കാരണം ഈ സ്റ്റെപ്പ് സൈസ് നിങ്ങൾ ഒന്നും കൂടെ കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 0.1 അല്ല ഇപ്പൊ ഉപയോഗിച്ചാണ്, 0.01 ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഈ ഡിഫറൻസുകൾ കുറഞ്ഞു വരണതായിട്ട് കാണാം. ക്ലിയർ ആണോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മാറ്റി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. DT എന്നുള്ളത് 0.1 ആണ്, 0.01 ആക്കി കഴിഞ്ഞാൽ ഈ ഡിഫറൻസുകൾ കമ്പയർ ചെയ്യാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടുള്ളത് ഇത് ഡയറക്റ്റ് മാറ്റ്പ്ലോട്ലിബ് ഉപയോഗിച്ചിട്ട് പ്ലോട്ട് ചെയ്യണതാണ്. പക്ഷെ ഞാനത് നിങ്ങളെ വേണമെങ്കിൽ സിലബസിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തിയറി സിലബസിൽ ടാബുലർ ഡാറ്റ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ടേബിൾ പോലെ മതി ഡാറ്റ എന്ന്. അപ്പൊ നമുക്ക് ഇതിപ്പോ ടേബിൾ പോലെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇത് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മാറ്റ്പ്ലോട്ലിബ് അല്ല,
അതിന് പകരം ലിനക്സിലുള്ള ഒരു പ്ലോട്ടിംഗ് പാക്കേജ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. അതിന്റെ പേരാണ് GNU പ്ലോട്ട്. ഗ്നു പ്ലോട്ട് എന്ന് പറയും, ന്യൂ പ്ലോട്ട് അല്ലെങ്കിൽ ഗ്നു പ്ലോട്ട് എന്ന് പറയും, GNU പ്ലോട്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പുറത്ത് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. പൈത്തന്റെ ഉള്ളിലല്ല അത്. GNU പ്ലോട്ടും പൈത്തനായിട്ട് ബന്ധമൊന്നുമില്ല. പൈത്തന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതി പ്ലോട്ട് ചെയ്യണമെങ്കിലാണ് മാത്ത് പ്ലോട്ട് ലിബ് ഉപയോഗിക്കുക. അത് നിങ്ങളുടെ ബുക്കിലുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ എഴുതി നോക്കി കഴിഞ്ഞാൽ മാത്ത് പ്ലോട്ട് ലിബ് ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ 2-3 കമാൻഡുകളും കൂടെ എഴുതി കഴിഞ്ഞാൽ മാത്ത് പ്ലോട്ട് ലിബ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്ത് വരും. അത് പൈത്തന്റെ ഉള്ളിലുള്ള ഗ്രാഫിക്സ് ആണ്. ഞാനിപ്പോ പൈത്തനിൽ നിന്ന് പുറത്ത് കടന്നിട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് ഈ ഇതിന്റെ ഔട്ട്പുട്ട് ഞാനൊരു ഫയലിലേക്ക് വിടാണ്. എങ്ങനെയാ വിടാ? ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. വെറുതെ ഒരു ആരോ മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഫയൽ ഉണ്ടാവും. ഇതിന്റെ ഈ മൊത്തം എഴുതിയ സംഭവങ്ങൾ മൊത്തം ഒരു ഫയലിലേക്ക് പോകും. പിന്നെ ഇവിടെ സ്ക്രീനിലൊന്നും കാണൂല. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഇതില് പ്രൊജക്ടൈൽ ഓക്കെ, ഇതിൽ ഓൾറെഡി ഒരു ഫയൽ ഉണ്ട്. അപ്പൊ ഞാൻ ആ ഫയൽ തന്നെ റീപ്ലേസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഉള്ള ഫയലിന്റെ പേര് ഔട്ട് എന്നുള്ള പേരിലാണ്. അത് ഞാൻ മുൻപ് റൺ ചെയ്തപ്പോ ഇവിടെ കിടക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന് ഔട്ട് ഡോട്ട് ഡാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കൊടുക്കാം. ഡാറ്റ് എന്നോ ടെക്സ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഔട്ട് ഡോട്ട് ഡാറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒന്നും കാണൂല, കാരണം ഇതിന്റെ ഔട്ട്പുട്ട് ഡയറക്ട്ലി ആ ഫയലിലേക്ക് പോകും. അല്ലെങ്കിൽ ഞാൻ വേറൊരു പേര് കൊടുക്കാം, ഔട്ട് 1 എന്ന് കൊടുക്കാം. ഔട്ട് 1 മറ്റേ ഫയൽ അവിടെ കിടന്നോട്ടെ, ഔട്ട് 1. ഓക്കെ, കണ്ട, അപ്പൊ ഒന്നും കാണില്ല. പക്ഷെ ആ നേരെ ആ ഇതിലേക്ക് പോയി. അപ്പൊ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഫയൽ കാണിച്ചു തരാം എവിടെ കിടക്കണേന്ന്. ഷെയർ സ്ക്രീൻ. ഇത് കണ്ടില്ലേ, ഇപ്പൊ ഔട്ട് 1. ഇതിപ്പോ ഉണ്ടായിട്ടുള്ള ഫയലാണിത്, ഔട്ട് 1. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഔട്ട് 1 ഈ ഫയലാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ട, നമ്മൾ നേരത്തെ സ്ക്രീനിൽ വന്ന സംഭവം അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ആകെ ഇത്രയേ ഉള്ളൂ, കുറച്ച് സ്റ്റെപ്പ് സൈസേ ഉള്ളൂ. കാരണം 0.1 വെച്ചിട്ട് വേരി ചെയ്യുന്ന കാരണം നല്ല ഗ്രാഫ് കിട്ടില്ല. എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് സ്റ്റെപ്പ് സൈസ് കൂട്ടിയിട്ടും വേണമെങ്കിൽ ഗ്രാഫ് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതില് ആദ്യത്തെ ഗ്രാഫ് വരയ്ക്കുന്നത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും എക്സും വിയും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. എക്സും വൈയും തമ്മിൽ. അപ്പൊ അത് ഏത് കോളൊക്കെയാണ്? 1, 2, 3, 4, 5 കോളമാണ് എക്സും വൈയും. ഓക്കെ, അപ്പൊ അത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ലാസ്റ്റത്തെ സംഗതികളൊന്നും ആവശ്യമില്ല, അതൊക്കെ വേണമെങ്കിൽ കളയാം. അപ്പൊ അവിടെ കിടന്നാലും കുഴപ്പമില്ല. ഇതിപ്പോ 1, 2, 3, 4, 5 കോളം ഡാറ്റ പ്ലോട്ട് ചെയ്യണം. അത് GNU പ്ലോട്ടിൽ വളരെ ഈസിയാണ്, ഞാൻ കാണിച്ചു തരാം. അതിൽ നമ്മൾ ആദ്യം GNU പ്ലോട്ടിനെ വിളിക്കാം. GNU പ്ലോട്ട് എന്ന് അടിക്കാം. അപ്പൊ അതിന്റെ പ്രോംപ്റ്റിലേക്ക് പോവും. GNU പ്ലോട്ടിന്റെ പ്രോംപ്റ്റ് ആണിത്. അതിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടിംഗ് പാക്കേജ് ആണ്. ഞാൻ ഇതിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വളരെ നമുക്ക് പല രീതിയിൽ ഇത് പ്ലോട്ട് ചെയ്യാനൊക്കെ പറ്റും. വെറുതെ നമ്മൾ ഇങ്ങനെ ഇതിൽ പ്ലോട്ട് സൈൻ എക്സ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലോട്ട് ചെയ്ത് കാണിക്കും. എക്സിന് വാല്യൂം കൂടെ നമ്മൾ കൊടുക്കണ്ട. പ്ലോട്ട് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഉടനെ ഗ്രാഫ് കാണിക്കും. ഗ്രാഫ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല എന്ന് തോന്നുന്നു അല്ലെ? ഞാൻ വീണ്ടും ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. വേറെ വിൻഡോയിലാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചു തരാം.
അല്ല, ഞാൻ വെറുതെ പ്ലോട്ട് സൈൻ എക്സ് എന്ന് കൊടുക്കുമ്പോൾ അതുണ്ട്, പ്ലോട്ട് സൈൻ വരും. ഇനി വെറുതെ GNA പ്ലോട്ട് അത്രയ്ക്ക് മാത്തമാറ്റിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ്. വെറുതെ കോസ് എക്സ് കൊടുത്താൽ കോസ് എക്സ് വരും, ടാൻ കൊടുത്താൽ ടാൻ വരും, ടാൻ എക്സ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റോപ്പ് ഷെയർ സ്ക്രീൻ. ഇതാണ്ട ടാൻ എക്സ് കാണില്ലേ? വേണ്ട, വെറുതെ ടാൻ എക്സ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് പ്ലോട്ട് ചെയ്യും. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഈ ഫയല് ലോഡ് ചെയ്യണം. വേണ്ട, ഈ ഫയല് അത് എങ്ങനെ പറഞ്ഞാൽ മതി, പ്ലോട്ടിന് പകരം പി എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഫയൽ നെയിം കൊടുക്കണം. ഫയൽ നെയിം നമ്മുടെ എന്തായിരുന്നു, ഔട്ട് വൺ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കോഡ്സിൽ കൊടുക്കണം എന്ന് തോന്നുന്നു. ഔട്ട് വൺ, അതെ, കോഡ്സിൽ കൊടുക്കണം. ഓക്കെ, പ്ലോട്ട് ഔട്ട് വൺ ഡോട്ട് ഡാറ്റ് യൂസിങ് എന്നുള്ളത് യു കൊടുത്താൽ മതി, അല്ലെങ്കിൽ യൂസിങ് എഴുതാം. യൂസിങ് 4:5 എന്നാണ് തോന്നുന്നുണ്ട്. പ്ലോട്ട് ഫയൽ നെയിം യൂസിങ് 4:5 വരുമെന്ന് നോട്ടെ. വന്നു. ഞാൻ കാണിച്ചു തരാം. അത് തന്നെയാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട, ഈ ഗ്രാഫ് വന്നത് കണ്ടില്ലേ, ഇതിങ്ങനെ വന്ന് കണ്ടില്ലേ? അതിനെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അതിനെ ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് പ്ലോട്ട് ഔട്ട് വൺ ഡോട്ട് ഡാറ്റ് യൂസിങ് 4 and 5 കോളം എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. 4 and 5 കോളം. പിന്നെ ജോയിൻ എന്നുള്ളത് എങ്ങനെ കൊടുക്കുക? വിത്ത് ലൈൻസ് എന്ന് കൊടുത്താൽ മതി. പ്ലോട്ട് ഫയൽ നെയിം യൂസിങ് 4:5 വിത്ത് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു പ്ലോട്ടിംഗ് പാക്കേജസ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാടാ. നിങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വന്ന് കണ്ടില്ലേ ഗ്രാഫ്? പക്ഷെ ഈ ലാസ്റ്റ് ഇവിടെ ഒരു ഇതുണ്ട്, അത് കളയാനായിട്ട് നമ്മൾ ആ ഡാറ്റയിലത്തെ ആ ലാസ്റ്റത്തെ കോളങ്ങൾ കളയാം. അപ്പൊ ശരിയാവും. ഇതങ്ങോട്ട് കളഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. അപ്പൊ ഇത് വലിയ റിസൾട്ട് കുഴപ്പമൊന്നുമില്ല. ഈ മൈനസ് വേണ്ടെന്ന് തോന്നുന്നു, അതാണ്. ഓക്കെ, ഇനി നോക്കട്ടെ. ഞാൻ ആ ഡാറ്റയിലത്തെ ലാസ്റ്റ് കോൾ അങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് വീണ്ടും പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പൊ ശരിയായി, കണ്ടാ? അപ്പൊ പക്ഷെ അത് ഗ്രൗണ്ടിലേക്ക് എത്തിയില്ല. മുട്ടണതാ ലാസ്റ്റ് ഒരു റോ കളയേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇപ്പൊ ആ വാല് പോയി. ഇപ്പൊ പക്ഷെ ഒരു കോളം അഡീഷണൽ ആയിട്ട് ഒരു റോയും കൂടെ കളഞ്ഞാൽ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇവിടം വരെ മുട്ടണതായിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ GNA പ്ലോട്ടിൽ പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്ത് പ്ലോട്ട് ലിപ്പ് ഉപയോഗിച്ചിട്ട് പ്ലോട്ട് ചെയ്യാം. ക്ലിയർ ആണോ? GNA പ്ലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ ലിനക്സിൽ ഉണ്ടാവില്ല. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ആവശ്യമുണ്ടോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ടേബിൾ ഓഫ് ഡാറ്റ ആയിട്ട് എഴുതിയാൽ മതി. ഡാറ്റ ടേബിൾ ആയിട്ട് വരുന്ന പോലെ ടാബുലർ ഡാറ്റ എന്ന് സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ പ്ലോട്ട് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യേണ്ടി വരും കേട്ടാ. പ്രാക്ടിക്കലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലോട്ടിങ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്ത് കാണിക്കേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് മാറ്റ് പ്ലോട്ട് ലിപ്പോ അല്ലെങ്കിൽ GNA പ്ലോട്ടോ ഒക്കെ ഉപയോഗിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ഇനി വേണമെങ്കിൽ ടൈമും വെർട്ടിക്കൽ വെലോസിറ്റി തമ്മിലുള്ള ഗ്രാഫ് കാണിച്ചു തരാം. അത് ഏതാ കോളം നോക്കണം. ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളമാണ്. വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, 1 ഉം 3 ഉം കോളമാണ്. ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ഷെയർ സ്ക്രീൻ. ഇതാ, ഇതില് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളമാണ്. VY എന്ന് പറഞ്ഞാൽ തേർഡ് കോളമാണ്.
ഓക്കെ, അപ്പൊ 1ഉം 3ഉം തമ്മിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് ഇത്ര വളരെ ഈസിയാണ്. നമ്മൾ അവിടെ വെറുതെ കോളൻ മാത്രം മാറ്റിയാൽ മതി. ഷെയർ സ്ക്രീൻ. ഇത് ശ്രദ്ധിക്കുക, പൈത്തൺ പ്രോംപ്റ്റ് പോലെ ഇപ്പൊ വന്നിട്ടുള്ളത് GNU പ്ലോട്ടാണ്. അതിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. അപ്പൊ പുറത്തേക്ക് പോകും. വീണ്ടും ലിനക്സ് പ്രോംപ്റ്റ് കിട്ടും. ഇതിൽ നമ്മൾ ഇത് 1ഉം 3ഉം ആക്കാം. 1:3. അപ്പൊ ഏതൊക്കെയാണ്? ടൈമും VX-ഉം തമ്മിൽ, വെർട്ടിക്കൽ വെലോസിറ്റിയും തമ്മിൽ പ്ലോട്ട് ചെയ്യും. അപ്പൊ അത് ഇങ്ങനത്തെ ഗ്രാഫ് കിട്ടും. ഗ്രാഫ് ഞാനിപ്പോ ഷെയർ ചെയ്യാം. ഇങ്ങനത്തെ ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇത് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫും ടൈമും വെർട്ടിക്കൽ വെലോസിറ്റിയും തമ്മിൽ. പിന്നെ ഇവിടെ ലേബലൊക്കെ കൊടുക്കാൻ പറ്റും. എക്സ് ആക്സിസിലും Y ആക്സിസിലൊക്കെ ലേബൽ കൊടുക്കാൻ പറ്റും. അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതൊക്കെ വെറുതെ GNU പ്ലോട്ടിന്റെ ഇത് സെർച്ച് ചെയ്താൽ മതി, ലേബൽ എങ്ങനെ കൊടുക്കാന്നൊക്കെ. വെറുതെ X ലേബൽ Y ലേബൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടെ വരും. നമ്മുടെ ഈ കമാൻഡിന്റെ കൂടെ തന്നെ അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ആയിട്ടൊക്കെ റൺ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് GNU പ്ലോട്ടിന്. പൈത്തൺ റൺ ചെയ്തിട്ട് GNU പ്ലോട്ട് റൺ ചെയ്യാനൊക്കെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അങ്ങനെയും വേണമെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് നടക്കും. പൈത്തൺ റൺ ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണ്ട. പൈത്തൺ റൺ ചെയ്ത് ഔട്ട്പുട്ട് ഫയൽ വരും. ആ ഫയൽ റീഡ് ചെയ്തിട്ട് ഇത് വരയ്ക്കാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ, ആ സ്ക്രിപ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇതെല്ലാം നടന്ന് നിങ്ങളെ ഗ്രാഫ് കാണിച്ചു തരും. അതിനുള്ള ഓപ്ഷനും വേണമെങ്കിൽ ഉണ്ട് ലിനക്സിൽ. റിസർച്ച് ഒക്കെ കാര്യമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവര് ലിനക്സിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വിൻഡോസ് ബേസ്ഡ് ആയിരിക്കില്ല. മിക്കവാറും ലിനക്സിന്റെ സിസ്റ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഹൈ ലെവലില് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ലിനക്സിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാബിലെ എല്ലാ സിസ്റ്റംസും ലിനക്സ് ബേസ്ഡ് ആണ്. നിങ്ങളവിടെ പ്രാക്ടിക്കൽ ചെയ്യാൻ വരുമ്പോൾ ഇതുപോലെ വേണം എല്ലാം ചെയ്യാൻ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇനിയിപ്പോ ഒരു പ്രോബ്ലം കൂടിയാണ് നമുക്ക് റിമൈൻ ചെയ്യണത്. അത് നമ്മുടെ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസ് ആണ്. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം, അതായത് മോഷൻ അണ്ടർ അട്രാക്റ്റീവ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. അതറിയണമല്ലേ നിങ്ങൾക്ക്? സുഹേൽ സാറ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ എർത്ത്, നാച്ചുറൽ സാറ്റലൈറ്റോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റോ, അതിന്റെ പാരന്റ് സ്റ്റാറിന്റെ അല്ലെങ്കിൽ പാരന്റ് സെൻട്രൽ ബോഡിയുടെ മുമ്പിൽ ചുറ്റും അത് റിവോൾവ് ചെയ്യുന്ന കേസാണ് സെൻട്രൽ ബോഡി മോഷൻ. അപ്പൊ അത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആവാം, നമ്മുടെ എർത്ത് നമ്മൾ റോക്കറ്റ് വിട്ടിട്ട് സാറ്റലൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യണതാവാം, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് എർത്ത് സണ്ണിന്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യണതാവാം. എന്തായാലും കുഴപ്പമില്ല, അതൊരു പ്ലാനാർ മോഷൻ ആണ്, ഒരു പ്ലെയിനിലുള്ള മോഷനാണ്. XY പ്ലെയിൻ എന്ന് വിചാരിക്കുക. അപ്പൊ അതില് നമുക്കറിയാം, അതിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? FE, അതിന്റെ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ -GMM/r² ഇൻറ്റു യൂണിറ്റ് വെക്ടർ R എന്നുള്ള ഫോർമുലയാണ്. FEയിൽ നിന്ന് ആക്സിലേഷൻ കിട്ടണമെങ്കിൽ ഒന്നുകൂടെ M കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ -GM/r² ഇൻറ്റു യൂണിറ്റ് വെക്ടർ R. അപ്പൊ ആക്സിലേഷൻ ഈക്വൽ ടു -GM/r² യൂണിറ്റ് വെക്ടർ R. അതുപോലെ ആ A-നെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആക്കിയിട്ട് തിരിക്കാം. AX, AY എന്നുള്ള രണ്ട് കമ്പോണന്റ് ആക്കി തിരിക്കാം. അത് അപ്പൊ -GM x/r³ എന്നാവും. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. x/r³ എന്നും യൂണിറ്റ് വെക്ടർ കളഞ്ഞിട്ട് നമ്മൾ x/r³ഉം, അതുപോലെ AY എന്ന് പറഞ്ഞാൽ -GM y/r³ ആവും. പിന്നെ ഇത് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് x² + y² = r² എന്നുള്ള കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. സർക്കുലർ പാത്തിക്കോടുള്ള ഇക്വേഷൻ ആണെങ്കിൽ എപ്പോഴും അത് x² + y² = r² എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് വെലോസിറ്റി dvx-നും dvy-ക്കും ഉള്ള എക്സ്പ്രഷൻ എഴുതാൻ പറ്റും, കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ആക്സിലറേഷൻ ഇൻറ്റു
ആക്സിലറേഷൻ AXും AYയും നമുക്കറിയാം. അപ്പൊ വെലോസിറ്റി dvx ഈക്വൽ ടു AX ഇൻറ്റു DT, അങ്ങനെയുള്ള ഫോർമുല നമുക്ക് എടുക്കാം. Vx ഈക്വൽ ടു AX ഇൻറ്റു DT. ഇവിടെ DT എന്നുള്ളത് നിങ്ങളുടെ ഇതിൽ സ്റ്റെപ്പ് സൈസ് H എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ H എന്ന് പറയുന്നത് ശരിക്കും ടൈം സ്റ്റെപ്പ് ആണ്, DT ആണ്. അപ്പൊ dvx ഈക്വൽ ടു സാറ് ഈ ടെർമിനൽ ഓണാക്കി വെച്ചേക്ക, അത് മാറ്റിയിട്ടില്ല. ഓക്കെ, അല്ല ഞാൻ ഇതിന്റെ തിയറിയാണ് ഇപ്പൊ പറയണത്. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല, തിയറി നിങ്ങൾക്ക് അറിയണമല്ലേ. ഇനി ഇതിലുള്ളത് ഒരു മിനിറ്റ്, തിയറി നിങ്ങൾക്ക് അറിയണത് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് സാറ്റലൈറ്റ് എലിപ്സും അതുപോലെ സാറ്റലൈറ്റ് ഹൈപ്പർബോള. അപ്പൊ സാറ്റലൈറ്റിന് സർക്കുലർ പാത്തിലോ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്തിലോ ഹൈപ്പർബോളിക് പാത്തിലോ ഒക്കെ മൂവ് ചെയ്യാം. അതിന്റെ ഒക്കെ കണ്ടീഷൻസ് വേറെ വേറെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ആദ്യം നമ്മൾ സാറ്റലൈറ്റ് ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിൽ എങ്ങനെ മൂവ് ചെയ്യും, അതിന്റെ കണ്ടീഷൻസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെയും നമ്മൾ ഒരു ചെറിയ അപ്രോക്സിമേഷൻ എടുക്കുന്നുണ്ട്. അതായത് സെൻട്രൽ ഫോഴ്സ് മോഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, F ഈക്വൽ ടു മൈനസ് GMM/r² ഇൻറ്റു യൂണിറ്റ് വെക്ടർ R. അപ്പൊ അതിൽ GMM നമ്മളൊരു കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുക്കുക, ഒരു വാല്യൂ എത്രയെങ്കിലും കൊടുക്കുക GMM-ന്. പിന്നെ യൂണിറ്റ് വെക്ടർ R/r² എന്നുള്ള ഫോർമുലയാണ്. ആക്സലറേഷൻ ആകുമ്പോൾ -GM/r². അപ്പൊ GM-ന് ഒരു വാല്യൂ കൊടുത്താൽ മതി. ഇനി A-ന് രണ്ട് കമ്പോണന്റ് ആക്കി തിരിക്കുക, AX AY. കാരണം ഇത് XY പ്ലെയിനിലുള്ള മോഷൻ ആണ്. ഈ സർക്കുലർ മോഷൻ ആകുമ്പോൾ AXും AYയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ AX ഈക്വൽ ടു -GMX/r³ എന്നാവും. കാരണം യൂണിറ്റ് വെക്ടറിനെ നമ്മൾ x/r എന്ന് എഴുതും, അതുപോലെ y ഡയറക്ഷനിലുള്ള y/r എന്ന് എഴുതും. അപ്പൊ നമുക്ക് AXും AYക്കുള്ള ഫോർമുല എങ്ങനെ കിട്ടും? AX ഈക്വൽ ടു -GMX/r³ എന്നും AY ഈക്വൽ ടു -GMY/r³ എന്നും കിട്ടും. പിന്നെ നമ്മൾ സർക്കുലർ പാത്തിന്റെ ഇക്വേഷൻ R ഈക്വൽ ടു x² + y² എന്ന് r² ഈക്വൽ ടു r² എന്ന് എഴുതാം. ഇനി അതിൽ നിന്ന് നമ്മൾ dvx കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? AX ഇൻറ്റു DT. അതുപോലെ dy കണ്ടുപിടിക്കുന്നത് AY ഇൻറ്റു DT. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പിന്നെ dx ഈക്വൽ ടു dx ഈക്വൽ ടു vx ഇൻറ്റു DT. സിമ്പിൾ ഫോർമുല. അല്ലാതെ ഇക്വേഷനും മോഷനും നല്ല ഉപയോഗിക്കണം. അവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അത് കോൺസ്റ്റന്റ് അല്ല, പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ് പോലെ എടുക്കും. അതുപോലെ dy ഈക്വൽ ടു vy ഇൻറ്റു DT. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കണത്. അപ്പൊ ഇവിടെ പ്രോഗ്രാമിലേക്ക് വരിക. തൽക്കാലം നമ്മളൊരു എലിപ്റ്റിക്കൽ പാത്താണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ നമ്മൾ കോൺസ്റ്റന്റുകളെ മൊത്തം നമ്മൾ ക്യാപിറ്റൽ GM അതിനെ നമ്മൾ 10 യൂണിറ്റ് ആയിട്ട് വിചാരിക്കുക. 10 എത്രയെങ്കിലും ഒരു സ്കെയിൽ എന്നാണ് അതിനർത്ഥമുള്ളൂ, ഒരു സ്കെയിൽ ഫാക്ടർ. അത് GM ഈക്വൽ ടു 10 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മള് x ഈക്വൽ ടു 0, y ഈക്വൽ ടു 11 അവിടെ വെച്ചിട്ടാണ് നമ്മൾ പാർട്ടിക്കിളിനെ പ്രൊജക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇനീഷ്യൽ വാല്യൂസ് ഇത് രണ്ടുമാണെന്ന് വിചാരിക്കുക. XY പ്ലെയിനിലാണ് മോഷൻ. സെന്റർ എന്ന് പറഞ്ഞാൽ 0, 0 ആണ്. x0 y0 എന്ന് പറഞ്ഞാൽ ആ സർക്കുലർ പാത്തിന്റെ സെന്റർ ആണ്. അപ്പൊ x0 y11 എന്ന് പറഞ്ഞാൽ x ആക്സിസിൽ 0 ആയിരിക്കും, പക്ഷെ y ആക്സിസിൽ 11 ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പോയിന്റിലാണ് ഇത് പ്രൊജക്ട് ചെയ്യണത്. എന്നുവെച്ചാൽ നേരെ y ആക്സിസിൽ 11 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് ഇനീഷ്യലി ഈ ബോഡി ഉള്ളത് എന്ന് വിചാരിക്കുക. അതുപോലെ Vx ഈക്വൽ ടു 1 ആയിട്ടാണ് നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്യണം. ഈ പോയിന്റിൽ വെച്ചിട്ട് y ഈക്വൽ ടു 11 എന്നുള്ള പോയിന്റിൽ x ഡയറക്ഷനിൽ 1 വെലോസിറ്റിയിലാണ് നമ്മൾ ഈ ബോഡീനെ പ്രൊജക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. കാരണം ഈ സാറ്റലൈറ്റിനെ റോക്കറ്റ് നേരെ മുകളിൽ കൊണ്ടുപോയിട്ടേ എവിടെ കൊണ്ടുവച്ചിട്ട് എത്ര വെലോസിറ്റിയിൽ വിട്ടാലാണ് ആള് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുക, എലിപ്റ്റിക്കൽ പാത്തിൽ മൂവ് ചെയ്യുക,
ഹൈപ്പർബോളിക് പാത്തിൽ മൂവ് ചെയ്യുക എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. റോക്കറ്റ് നമ്മുടെ സാറ്റലൈറ്റിനെ അതിന്റെ തുമ്പത്ത് വെച്ച് കൊണ്ടുപോകുമല്ലോ. അവിടെ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇത് എവിടെ വെച്ചിട്ട് എത്ര വെലോസിറ്റിയിൽ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. കാരണം നമ്മുടെ ആവശ്യം സാറ്റലൈറ്റ്, ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്തിന്റെ ചുറ്റും കിടന്ന് ഐദർ സർക്കുലർ പാത്തിലോ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്തിലോ കിടന്ന് തിരിയണം. ഹൈപ്പർബോളിക് നമുക്ക് വേണ്ട, പക്ഷെ അതും വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് മാത്രം. നമ്മുടെ ആവശ്യം മനസ്സിലായില്ലേ? ആവശ്യം ക്ലിയർ അല്ലേ? ഈ സാറ്റലൈറ്റ് എർത്തിന്റെ ചുറ്റും എലിപ്റ്റിക്കൽ പാത്തിൽ റിവോൾവ് ചെയ്യണം. അങ്ങനെ റിവോൾവ് ചെയ്യണമെങ്കിൽ ഏത് പോയിന്റിൽ വെച്ചിട്ട് ഈ സാറ്റലൈറ്റിനെ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. എർത്തിന്റെ മുകളിലേക്ക് റോക്കറ്റ് കൊണ്ടുപോയി ഇനി അവിടെ കൊണ്ടുവച്ചിട്ട് എങ്ങനെ വിട്ടാലാണ്, ഏത് ഡയറക്ഷനിൽ എത്ര വെലോസിറ്റിയിൽ വിട്ടാലാണ് ഇത് എലിപ്റ്റിക്കൽ പാത്തിൽ എർത്തിന്റെ ചുറ്റും കിടന്ന് തിരിയുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എപ്പോഴും എലിപ്റ്റിക്കൽ ആവണമെന്നില്ല, കാരണം ഇക്വറ്റോറിയൽ റീജിയനിലാണെങ്കിൽ എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കണം. പോളാർ 2 റീജിയൻ കവർ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ സർക്കുലർ പാത്തായിരിക്കും. അത് ഓരോ ആവശ്യത്തിനും ഒരേപോലെയാണ്. അതുപോലെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉണ്ട്, എപ്പോഴും എർത്തിന്റെ മേലെ ഒരു പോയിന്റിൽ തന്നെ നിൽക്കണം. അവിടെ എലിപ്റ്റിക്കൽ പാത്ത് ആയിരിക്കും. അപ്പൊ ഇത് എങ്ങനെ വിട്ടാലാണ് ഇത് എലിപ്റ്റിക്കൽ പാത്തിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കണേ. അപ്പൊ അതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് ഇതാണ്. y=11 എന്നുള്ള പോയിന്റിലാണ് ഞാൻ റിലീസ് ചെയ്യണേ. 11 എത്രയെങ്കിലും ആവാം, എത്രയെങ്കിലും ഒരു യൂണിറ്റ്, 11,000 കിലോമീറ്ററോ എത്രയെങ്കിലും ആവാം. വെലോസിറ്റി = 1 എന്നുള്ള വെലോസിറ്റിയിലാണ് ഇപ്പൊ ഞാൻ പ്രൊജക്ട് ചെയ്യണത്. അതുപോലെ vy എന്നുള്ളത് 0 ആയിട്ടാണ് കൊടുക്കുന്നത്. എക്സ് ഡയറക്ഷനിലാണ് പ്രൊജക്ഷൻ. വെലോസിറ്റി 1 ആയിട്ട് കൊടുത്തു. y എന്ന് പറയുന്ന പോയിന്റ് 11 ആണ്, എക്സ് എന്ന് പറയുന്ന പോയിന്റ് 0 ആണ്. കമ്പോണന്റ് ഇത് രണ്ടും ഒരു പൊസിഷൻ കമ്പോണന്റ് ആണ്, ഇത് രണ്ടും വെലോസിറ്റി കമ്പോണന്റ് ആണ്. നമുക്ക് തീരുമാനിക്കാം ഇതൊക്കെ എത്ര വാല്യൂവിൽ വിടണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഏത് പോയിന്റിൽ വെച്ച് എത്ര വെലോസിറ്റിയിൽ വിടണം എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അത് നമ്മൾ തീരുമാനിച്ചു, ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിട്ട് കൊടുത്തു. ഈ കോൺസ്റ്റന്റുകളെല്ലാം കൂടെ നമ്മൾ GM10 എന്ന് എടുത്തു. അത് നിങ്ങൾക്ക് 10, 15, 20 എത്ര ആണെങ്കിലും എടുക്കാം. എത്രയാണ് ശരിക്കുള്ള വാല്യൂ എന്നുണ്ടെങ്കിൽ അത് എടുക്കാം. ശരിക്കുള്ള വാല്യൂ ആണ് അവിടെ വേണ്ടത് എർത്തിന്റെ കേസിൽ. ഇവിടെ ഞാൻ 10 എന്ന് വെറുതെ എടുത്തു എന്നുള്ളൂ മാത്രമേ ഉള്ളൂ, ഒരു ഫാക്ടർ എടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ. അതുപോലെ DT എന്ന് പറയുന്ന ടൈം സ്റ്റെപ്പ് ഞാൻ 1 സെക്കൻഡ് ആയിട്ട് എടുത്തു, 1 സെക്കൻഡ്. ഓക്കെ, വലിയൊരു പാത്താണ്, കാരണം നമ്മൾ അവിടെ തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. എർത്തിന്റെ ചുറ്റും എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവങ്ങളാണ്, വലിയ ഏരിയ ആണ്. അതുപോലെ റേഡിയസ് r ഇനീഷ്യലൈസ് ചെയ്തു 0 എന്ന്. r 0 അല്ല എന്ന് എനിക്കറിയാം, പക്ഷെ r ഞാൻ ഇനീഷ്യലൈസ് ചെയ്ത് ഇവിടെ 0 എന്നാക്കി വെച്ചു. ഓക്കെ, ഇനി ഞാനൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫോർ k ഇൻ റേഞ്ച് 0 to 100 എന്നുള്ള ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. k വാല്യൂ 0 തുടങ്ങി 100 വരെ പോകും. 0 to 100 എന്ന് പറഞ്ഞാൽ 100 വരെ പോകും. ഇൻ സ്റ്റെപ്സ് ഓഫ് 1 വാരി ചെയ്യും. ഞാൻ ലൂപ്പിന്റെ ഉള്ളിൽ എന്താ ചെയ്യണേ? ഇവിടെ ഞാൻ k വാല്യൂ ഒന്നും യൂസ് ചെയ്യണില്ല, വെറുതെ ആ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കെയുടെ വാല്യൂ ഇവിടെ ഒന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ 100 പ്രാവശ്യം ചെയ്യും. എന്താ ചെയ്യാ? r-ന്റെ വാല്യൂ കണ്ടുപിടിക്കും. r = x² + y² എന്നുള്ളത് ഇവിടെ കണ്ടുപിടിക്കും. അതെപ്പോഴും അത് തന്നെയായിരിക്കും. r